ഹലോ അംസക്ക. അതിന് കോൻ്റെ ഒപ്പം കണ്ട് പോന്നൂടായിരുന്നു ഹമീദെ. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു. എൻ്റെ അംസക്ക, എൻ്റെ പാപ്പാക്ക് 2 ഭാര്യമാര്. അതിലൊരാളെൻ്റെ ഉമ്മയല്ലെന്ന് മനസ്സിലായി. അപ്പൊ മറ്റേ ആളാരാ? ആരാ? എൻ്റെ ഉമ്മ. ഞാൻ അവരെ അവിടെ പോയി കണ്ടുപിടിക്കുകയും ചെയ്യും, കൊണ്ടുവരികയും ചെയ്യും, സൈനിമേനെ തന്നെ നിക്കാഹ് കഴിക്കുകയും ചെയ്യും. കണ്ടോ? അത് നടന്നു തന്നെ. ശരി, ഞാൻ വിളിക്കാം. സ്റ്റോപ്പ് എത്തി. ചേട്ടത്രേ? 50 റുപ്യ. ചേട്ടാ, ഈ ഐഷുത്താത്തന്റെ വീട് ഏതാ? വെകിളിത്താത്തയാ? അല്ലല്ല, വെകിളിത്താത്തയല്ല, ഐഷുത്താത്ത. ഐഷു അതന്നെ. അത് നേരെ പോയിട്ട് 2 വളവ് കഴിഞ്ഞിട്ട് ഒരു വഴി കാണാം. അതിന്റെ അറ്റത്താണ് വീട്. ചേട്ടാ, ഇതെന്താ വില? അതൊരു റുപ്യ. ഇതൊരു 10 പോയി എടുത്തോ. അങ്ങള് പറഞ്ഞ വെകിളിത്താത്തയാ പോണേ. പത്തരക്കൊന്നും മീൻ തരാൻ പറ്റില്ല എന്ന് മീൻ പറഞ്ഞ എനിക്കൊരാൾക്ക് 10 രൂപയുടെ മീൻ തന്നെ അധികമാണ്. അതും എന്റെ സ്വഭാവം ശരിയല്ല. മീൻ തരാൻ തന്നെ ഞാൻ വിടൂലടാ. ഇങ്ങോട്ടിറങ്ങി ശല്യ. 10 രൂപ അത്ര മോശാ. ഇട് അത്ര പിശുക്കണ്ട. ഇട് പോരട്ടെ. പിടി. ഇതെന്റെ വകയിട്ട് എടുക്കാം. പോടാ നീ പോടാ. തയ്യ മെഷീൻ എത്ര ചവിട്ടി കേട്ടോ. ചേട്ടാ, എന്തായി? ഈ ഐഷുത്താത്തയുടെ വീട്? വെകിളിത്താത്തല്ല, ഐഷുത്താത്ത. ആ രണ്ടൊന്നു തന്നെ. ദാ വീട്. ഈ വീടാ? ഓരെ കാണാൻ വന്നാ? ചെല്ല്. എൻ്റെ പുത്തകം പഠിക്കണവരാരും ഇവിടെ ഇല്ല. എൻ്റെ കച്ചവടമൊന്നും ഇവിടെ നടക്കൂല. കൊണ്ടുപോക്കോ. ഐഷുമ്മയാണോ? ആണെങ്കി ഞാൻ ഹമീദ്, തലശ്ശേരി. ഞാൻ പൊന്നാനിന്നാ. ഒരു ഹൈദറിനെ അറിയോ? ഹൈദർ വേണ്ടാത്ത ബീവിനെ മുയ്യെല്ലാം പോലും കൂട്ടാക്കാത്ത പഹേൻ. ഓന്റെ പേര് പറഞ്ഞ് വരണ്ട. മീൻ വെട്ടണ കത്തിയാ കയ്യില്. വെട്ടു തന്നെ ഞാൻ. പോചക്ക അള്ളാണ് വെട്ടും. മുണ്ടാണ്ട് പൊക്കോ. എന്താ എനക്ക്? ഞാൻ ഹൈദർ പറഞ്ഞിട്ട് വന്നതാ. ഓന്റെ ഒന്നും എനിക്ക് കേക്കണ്ടാന്ന്. ഓൻ ജീവിച്ചിരുന്നാലും മയ്യത്തായാലും എനിക്കൊന്നുമില്ല. ഇത്രയും കാലം തെരഞ്ഞു വരാണ്ട് ഇപ്പൊ വന്നിരിക്കുന്നു ഹൈദറിന്റെ വിശേഷം പറയാനായിട്ട്. അട്ടിനെയും പൂച്ചനെയും കളയണമാരി കളഞ്ഞിട്ട് പാള വിട്ടിരിക്കുന്നു ഹിമാർ. വാപ്പ മയ്യത്തായി. വാപ്പാന്റെ പഴയ ആൾക്കാരൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാ അറിയിക്കാഞ്ഞത്.
ഇപ്പൊ എന്തിനാ എന്നെ തെരഞ്ഞു വന്നേ? നിങ്ങൾ എൻ്റെ ഉമ്മയാണോ? ഈ എന്തിനാ ഇപ്പൊ വന്നേ? നിങ്ങൾ എൻ്റെ ഉമ്മയാണെങ്കിൽ എൻ്റെ കൂടെ വന്നൂടെ? ഞാൻ വരൂല. റബ്ബേ. ഓ. പൊര ഇടിഞ്ഞ് തലേ വീണ് ചാവുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്റെ കൂടെ വരുന്നത്? വാപ്പ മയ്യത്തായപ്പോ സ്വത്ത് മുഴുവൻ എന്റെ പേരിൽ എഴുതി വെച്ചു. അതിൽ ഒരു ഓഹരി ഇങ്ങടെ പേരിൽ എഴുതി വെച്ചേക്കുന്നേ. അങ്ങനെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈടുണ്ടെന്ന്. എനിക്ക് അറിയാത്തോണ്ടല്ലേ. വാപ്പ എല്ലാരോടും അങ്ങനെ തന്നെയായിരുന്നു, എന്നോടും. ഇപ്പൊ അറിഞ്ഞപ്പോ ഞാൻ വന്നില്ലേ? എന്റെ കൂടെ വന്നൂടെ? എന്റെ കൂടെ വന്നാ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഞാൻ പോവാ. തിരിച്ചു പോവാൻ വണ്ടി കിട്ടുവോ? ഇത് പിടിക്ക്. അപ്പൊ നിങ്ങളാണ് എൻ്റെ ഉമ്മ? ഇനി വൈകിയ കോഴിക്കോട്ട് കയറി ബസ്സില്ല, വേഗം വാ. വാടച്ചക്ക കുണുങ്ങി കുണുങ്ങി നടക്കല്ലേ, ഉസാറായിട്ട് നടക്ക്. വേഗം വാ. അവിടെ ആരിയ്ക്കണം, ഇങ്ങോട്ട് വാ. ബോധം പൊക്കണമില്ലാത്ത ചക്കൻ, നടക്ക്. ഇറങ്ങാനുള്ളത് ഇറക്കി വെക്കുക. വെക്കിറങ്ങി ചെങ്ങരങ്ങളും വേഗം അമിത ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും. ലേഡീസ് സീറ്റ് അല്ലേ? എന്ത് ലേഡീസ് ഇവിടെ ഇരിക്കാൻ? അവിടെ ഇരിക്കും. നിങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് ഞാൻ ഉണ്ടായേ? എന്റെ 16ാമത്തെ വയസ്സിൽ. അപ്പൊ ശയിച്ചു പോവാണല്ലേ? എന്തേ? വാപ്പ എന്നെയും കൊണ്ട് ഇങ്ങടെ അടുത്ത് വന്നിട്ട് എത്ര കൊല്ലായി? എന്റെ പ്രായമായി. അത്ര ഏതായാലും ഇപ്പൊ കണ്ടില്ലേ? എനിക്കിഷ്ടം.